ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് അൺഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ടാകും. അവരെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്. പല വീഡിയോൻ്റെ കമൻറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആരെല്ലാമാണ് നിങ്ങളെ അൺഫോളോ ചെയ്ത് പോയത് എന്ന് ഈസി ആയിക്കൊണ്ട് തന്നെ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും അതിലൊരു സെക്യൂരിറ്റി കിട്ടില്ല. കാരണം നമ്മുടെ പാസ്വേഡ് അതിൽ കൊടുത്ത് ലോഗിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അവർക്ക് അത് ഈസി ആയിക്കൊണ്ട് ഹാക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഈ ഒരു പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുന്നത് ഒരു സെക്യൂരിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു വീഡിയോയുടെ ശേഷം ഞാൻ പാസ്വേഡ് കൊടുക്കാതെ ഇരിക്കുന്ന മറ്റ് 2 ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു വീഡിയോ ഇട്ടതിന് ശേഷം 2 ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. പാസ്വേഡ് കൊടുക്കാതെ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്യുന്നവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 മാസത്തോളം ആ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ആ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കാണാനില്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ഒറ്റ ആപ്ലിക്കേഷൻ അതിൽ കാണാനില്ല. ഇപ്പോൾ പ്ലേ സ്റ്റോറിലുള്ള കംപ്ലീറ്റ് നമ്മുടെ പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ അൺഫോളോ ചെയ്തവരെ കണ്ടെത്താനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പാസ്വേഡിന് യാതൊരുവിധ സെക്യൂരിറ്റിയും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മുടെ ഏത് നിമിഷം വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ മെയിനായിട്ട് ചെയ്യാതെ വരുന്നത്. പിന്നെ നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളെ ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്യുന്നവരെ ഒരു ആപ്ലിക്കേഷനും ഇല്ലാതെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ റിസ്ക് എടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഫോളോവേഴ്സ് ഒരുപാടുണ്ടെങ്കിൽ കുറച്ചൊക്കെ തോന്നുന്ന നേരം നിങ്ങൾ റിസ്ക് എടുക്കേണ്ടി വരും. അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാണുള്ളവർ മാത്രം ബാക്കി വീഡിയോ കണ്ടാൽ മതി. കാരണം നമ്മുടെ സെക്യൂരിറ്റിയാണ് നിങ്ങൾക്ക് മുഖ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ കാണുക. അല്ലാതെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന പ്ലേ സ്റ്റോറിൽ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഏത് നിമിഷവും നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ആവും. എല്ലാ ആപ്ലിക്കേഷനും അങ്ങനെയൊന്നുമല്ല. പക്ഷേ പ്ലേ സ്റ്റോറിലുള്ള മിക്ക ആപ്ലിക്കേഷൻ നിങ്ങൾ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതിലൊക്കെ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്ത് ഹാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാക്ക് ആവാത്ത രീതിയിലാണ് നമ്മളിത് പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിന് യാതൊരു പ്രശ്നവും പറ്റാത്ത രീതിയിലാണ് ഇത് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പേജിലോട്ട് ഒന്ന് വരിക. വന്നതിന് ശേഷം നിങ്ങളുടെ ഫോളോവിംഗ് ലിസ്റ്റിൽ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 300 സംതിങ്ങോളം ഫോളോവേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ കാണാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ 2-3 അപ്ഡേഷൻക്ക് ഇടയിലായിട്ട് വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം അത്ര വലിയൊരു അപ്ഡേറ്റ് ഒന്നും അല്ല അത്. അതായത് നമ്മളിപ്പോൾ ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ഫോളോവിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അയാൾ നമ്മളെ ഇങ്ങോട്ട് തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ലിസ്റ്റിൽ ഒന്നാമതായിരിക്കും നമ്മുടെ പേര്. പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂളായിട്ട് തന്നെ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരാൾ ഇങ്ങോട്ട് ഫോളോ ചെയ്തിരിക്കണമെന്ന് വിചാരിക്കുക. അയാളുടെ ഫോളോവിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ പേരാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി മനസ്സിലാവാത്തവർക്ക് ഞാൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞുതരാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിന് വേണ്ടി ചെയ്യാൻ ഞാൻ ഒരു അക്കൗണ്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിന് ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അയാൾ എന്നെ തിരിച്ച് ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അയാളുടെ ഫോളോവിംഗ് ലിസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തപ്പോൾ കാണാൻ സാധിക്കും ഏറ്റവും ആദ്യം തന്നെ ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ പേരാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇയാൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2-3 അപ്ഡേഷൻ ആയിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അതായത് ഏറ്റവും ആദ്യം നമ്മുടെ പേര് വരുന്നുണ്ടെങ്കിൽ അയാൾ തിരിച്ച് നമ്മളെയും ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിനർത്ഥം. ഇനി നിങ്ങൾക്ക് പ്രൂഫ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് അയാളൊന്ന് അൺഫോളോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അൺഫോളോ ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്നത് ഫോളോ ബാക്ക് എന്നാണ്. അതായത് വീണ്ടും തിരിച്ച് ഫോളോ ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അയാൾ എന്നെ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഫോളോ ബാക്ക് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിലുള്ള അക്കൗണ്ടുകൾ ഓരോന്നായിട്ട് നിങ്ങൾ എടുത്തു നോക്കണം. അതായത് ഞാൻ പറഞ്ഞ് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഫോളോയിങ് ഉള്ള അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി ഉണ്ടാകുന്നത് ചെയ്യാൻ. എങ്കിലും നിങ്ങൾ കുറച്ച് റിസ്ക് എടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് സെക്യൂർഡ് ആയിരിക്കും. മറ്റേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ട് സെക്യൂരിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ വേറെ അക്കൗണ്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിലെ ഫോളോയിങ് ലിസ്റ്റിൽ എടുത്തതിന് ശേഷം ഒന്നാമതായിട്ട് 2, 3, 4 ഒന്നും നോക്കണ്ട. ഫസ്റ്റിന് നിങ്ങളുടെ പേര് വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് നിങ്ങളുടെ പേര് വരുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇയാൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന കാര്യം. അപ്പോൾ ഇയാൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇയാളുടെ ഫോളോവിംഗ് ലിസ്റ്റിൽ എൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അൺഫോളോ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീണ്ടും ഫോളോ ബാക്ക് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതിനർത്ഥം ഇയാൾ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ ഇനി മുതൽ ജസ്റ്റ് അയാളുടെ അക്കൗണ്ട് എടുത്തതിന് ശേഷം അയാളുടെ ഫോളോവിംഗ് എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ഒന്നാമതായിട്ട് നിങ്ങളുടെ പേര് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം ഇയാൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന്. മുന്നേക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോളോവിംഗിൽ ഓരോരുത്തർ അൺഫോളോ അടിച്ചതിന് ശേഷം ഫോളോ ബാക്ക് വരുന്നുണ്ടോ നോക്കേണ്ടി വരും. എന്നാൽ ഇനി മുതൽ അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് അയാളുടെ ഫോളോവിംഗ് ലിസ്റ്റിൽ ഫസ്റ്റിന് നിങ്ങളുടെ നെയിം കാണിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇയാൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന്. ഞാനിവിടെ വേറൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഈ അക്കൗണ്ട് എടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ അവരുടെ ഫോളോവിംഗ് ലിസ്റ്റിൽ ഒന്ന് ചെന്ന് നോക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ഒരിക്കലും ഒന്നാമതായിട്ട് എൻ്റെ പേര് വന്നിട്ടില്ല, വേറൊരു യൂസർ നെയിമാണ്
വന്നിട്ടുള്ളത്. അതിനർത്ഥം ഇയാൾ എന്നെ എന്നോ അൺഫോളോ അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾ എന്നെ ഫോളോ ചെയ്തിട്ടില്ല എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഇനി ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പ്രൂഫ് ആക്കി കാണിച്ചു തരാം. ജസ്റ്റ് ഇയാളൊന്ന് അൺഫോളോ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ജസ്റ്റ് ഒരു ഫോളോ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിനർത്ഥം ഇയാൾ എന്നെ ഫോളോ ചെയ്യുന്നില്ല. എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളെ ഞാൻ അൺഫോളോ അടിക്കുകയാണെങ്കിൽ ഫോളോ ബാക്ക് എന്ന് കാണിക്കുന്നതാണ്. പണ്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നത് കണ്ടെത്താൻ, ഇപ്പം ഇനി ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ജസ്റ്റ് ഒരു അക്കൗണ്ട് എടുക്കുക, ആ ഒരു അക്കൗണ്ടിൽ ഫോളോയിങ് ലിസ്റ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ പേര് ഒന്നാമതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് കാണിക്കുകയുള്ളൂ. എന്നെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നില്ല എന്നാണ്. ഇനി വേറെ അക്കൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു അക്കൗണ്ടിൽ ചെന്നതിന് ശേഷം ജസ്റ്റ് ഇതിലെ ഫോളോയിങ് ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് എൻ്റെ പേര് കാണാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം ഇയാളും എന്നെ അൺഫോളോ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇനി വേണമെങ്കിൽ ഞാൻ അയാളുടെ ജസ്റ്റ് ഒന്ന് അൺഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ജസ്റ്റ് ഫോളോ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഫോളോ ബാക്ക് കാണിക്കുന്നില്ല. അതിനർത്ഥം ഇയാളൊക്കെ എന്നോ എന്നെ അൺഫോളോ അടിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇയാൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തുക. ഇത്രയും ഈസി ആയിക്കോട്ടെ നിങ്ങൾക്ക് ഓരോരുത്തരെയും കണ്ടെത്താവുന്നതാണ്. ഇത്ര ഈസി ആയിട്ടുള്ള വർക്കല്ല, എങ്കിലും കുറച്ചൊക്കെ പണിയെടുക്കേണ്ടി വരും. എങ്കിലും ഈ ഒരു വർക്കുമായി നിങ്ങളുടെ അക്കൗണ്ട് എപ്പോഴും സെക്യൂർഡ് ആയിരിക്കും. നിങ്ങൾ സാധാരണ മറ്റേ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ കയറ്റി നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ആവണേക്കാളും നല്ലതായിരിക്കും. ഇങ്ങനെ കുറച്ച് സമയം എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യുക. സ്പെൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ആരെല്ലാം അൺഫോളോ ചെയ്യുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ അൺഫോളോ ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ കണ്ടെത്താവുന്നതാണ്. ഒരുപാട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ സമയം, ചിലപ്പോൾ 1-2 ദിവസം എടുത്തെന്ന് വരും. ഈ ഒരു ഇതിനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്നാകും. കുറച്ചൊക്കെ സാവധാനത്തിൽ ചെയ്യുമ്പോൾ എന്തായാലും ചിലപ്പം കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഫോളോയിങ്ങിന്റെ എണ്ണം എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിസ്ക് എടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ റിസ്ക് എടുക്കാൻ നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഓൾ ഇഷ്ടപ്പെട്ട് മാറ്റാൻ നമ്മുടെ ചാനൽ വരുന്ന പുതിയ വീഡിയോയിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.